ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ആരോപിച്ചു. റിപ്പോർട്ടർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പത്മകുമാർ ഈ വിഷയത്തിൽ തന്റെ കാലത്തെ സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ലെന്നും പകരം ശബരിമലയെ സഹായിക്കുന്ന സമീപനമാണ് എന്നും സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ യുവതീ പ്രവേശനത്തിന് അനുകൂലമായി ഒരു സത്യവാങ്മൂലവും കോടതിയിൽ നൽകിയിട്ടില്ലെന്നും മറിച്ച് സാവകാശ ഹർജിയാണ് സമർപ്പിച്ചതെന്നും പത്മകുമാർ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് യുവതീ പ്രവേശനത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ച് സത്യവാങ്മൂലം നൽകിയത്. എന്നാൽ തന്റെ ഭരണകാലത്ത് കോടതി വിധി നടപ്പാക്കാൻ ദേവസ്വം ബോർഡ് നിർബന്ധിതമായിരുന്നില്ലെങ്കിലും സാവകാശ ഹർജി നൽകി സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംരക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്നുവെന്നും പത്മകുമാർ കൂട്ടിച്ചേർത്തു. ശബരിമലയിലെ യുവതീ പ്രവേശന വിധി വന്നത് മുതൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റുകളാണ് ഉയർന്നത്. ബിജെപിയും യുഡിഎഫും ഇടതുപക്ഷ സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുത്തു. ശബരിമലയെ സംരക്ഷിക്കാൻ സർക്കാർ പരാജയപ്പെട്ടു എന്ന് അവർ ആരോപിച്ചു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടതി വിധി നടപ്പാക്കാനുള്ള ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റുക മാത്രമാണ് ചെയ്തതെന്നാണ് LDF നിലപാട്.